എടാ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്ന കാര്യങ്ങൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് പഠിക്കാനുള്ളത് ലോസിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ തൊട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, സജഷനിൽ കാണാൻ പറ്റും. അവിടെ പോയിട്ട് സൂപ്പർ നോർമൽ പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും നോക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ പറയുന്ന ലോസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന്. ഇതെവിടെയാണ് വരുന്നത്? ലോങ് റണ്ണിലായിരിക്കും വരുന്നുണ്ടാവുക. ഷോർട്ട് റണ്ണിലാണെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, ലോങ് റണ്ണിലാണെങ്കിൽ നോർമൽ പ്രോഫിറ്റ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? നോ പ്രോഫിറ്റ് എന്നും നമുക്ക് പറയാം, അതേപോലെ എന്താണ് നോ ലോസ് എന്നും നമുക്ക് പറയാം. ഓക്കെ, ഇനി ലോസ് വരുന്ന സിറ്റുവേഷനാണ് പറഞ്ഞിട്ടോ. ലോസ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ലോസ് ഉണ്ടാകുന്നത് നമുക്ക് അറിയുന്ന കാര്യം. നോർമലി ലോസ് ഉണ്ടാകാനുള്ള കാരണമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ പതിവ് പോലെ ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലൈൻ നമ്മൾ വരച്ചു വെക്കുന്നു. എന്നിട്ട് പേര് കൊടുക്കുന്നു പ്രൈസ് AR MR എന്ന് നമ്മൾ കൊടുക്കുന്നു. ഇനി നോക്കാം, ലോസ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രൈസ് എപ്പോഴും എന്തിന് താഴെയാകുമ്പോഴാണ്? ആവറേജ് കോസ്റ്റിന് താഴെയാകുമ്പോഴാണ്. അപ്പോൾ പ്രൈസ് ആവറേജ് കോസ്റ്റിന് താഴെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ നമുക്ക് അറിയുന്ന ഒരു കേസാണ് എന്ത്? പ്രൈസ് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ആവറേജ് റവന്യൂവിന് തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് എന്തിനേക്കാൾ താഴെയായിരിക്കും? ആവറേജ് കോസ്റ്റിനേക്കാൾ താഴെയായിരിക്കും. അപ്പോൾ ഈ സർക്കിൾ നിങ്ങൾ പഠിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഫൈനലി നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്, നമ്മുടെ ആകെ വരുമാനം എന്ന് പറഞ്ഞാൽ ആകെ ചെലവിനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഫേമിന് ലോസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? MC കർവ് പതിവ് പോലെ ഇവിടെ വരച്ചു നോക്കാം. അപ്പോൾ MC കർവ് ഞാനിവിടെ വരച്ചു വെച്ചു. ഇനി അത് കൂട്ടിമുട്ടിയ പോയിന്റ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് കൊടുത്തു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ ഇക്വിലിബ്രിയം പോയിന്റ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു, ക്വാണ്ടിറ്റി Q എന്നും കൊടുത്തു. ഇനി നോക്കിക്കോളൂ, നമ്മുടെ MC കർവ് അല്ല പറഞ്ഞാൽ AC കർവ്. AC കർവ് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്നത് Pനേക്കാൾ വലുതാണെന്ന് അർത്ഥം അല്ലേ? P ചെറുതാണെന്ന് പറഞ്ഞാൽ എന്താണ്? AC അതിനേക്കാൾ വലുതാണെന്ന് അർത്ഥം. അപ്പോൾ AC കർവ് ഞാനിവിടെ വരക്കുന്നു. യെസ്, AC കർവ് ഇതാ ഇങ്ങനെ കടന്നു പോകുന്നു. ഇനി നിങ്ങൾക്ക് നോക്കിയ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കർവിലെ AC കർവിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ AR കർവിനേക്കാൾ കൂടുതലാണല്ലേ? നിങ്ങൾക്കൂടെ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഈ ഡോട്ട് മുകളിലേക്ക് വരക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്നൊരു ഭാഗം കിട്ടും. അത് നോക്കിക്കോളൂ, ഞാനിവിടെ ഡോട്ട് ഇട്ട് വരക്കുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് പറയുന്നത്? AC എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന AR എന്ന് പറയുന്ന ഭാഗത്തിനേക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ AC എന്ന് പറയുന്ന ഭാഗം. എന്ന് വെച്ചാൽ എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ചിലവ് കൂടുതലും വരുമാനം കുറവാണ്. അപ്പോൾ ഞാൻ ഇനി ഷെയ്ഡ് ചെയ്യുന്ന ഭാഗമാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ലോസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോസ് വരാനുള്ള കാരണമാണ് നമ്മൾ പറഞ്ഞത്. ലോസ് വരുന്ന എപ്പോഴാണ്? പ്രൈസ് ആവറേജ് കോസ്റ്റിനേക്കാൾ ചെറുതാകുമ്പോൾ. ഇനി നോർമൽ പ്രോഫിറ്റ് പ്രൈസും ആവറേജ് കോസ്റ്റും ഈക്വൽ ആകുമ്പോൾ. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് പ്രൈസും ആവറേജ് കോസ്റ്റും തുല്യമാകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിവിടെ കമൻസ് ആയിട്ട് എന്ത് ചെയ്യണം? തൊട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ. ഓക്കെ, ബൈ. എടാ, ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ വീഡിയോകൾ വേണ്ടെന്ന് വെച്ചാൽ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യണ്ടോ, മറക്കരുത്.